ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബിജെപിയുടെ ചരിത്ര വിജയത്തെ പ്രശംസിച്ച് ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ ബിജെപിയുടെ വിശാല സംസ്ഥാന നേതൃയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2026 കേരളത്തിൽ താമര വിരിയിക്കും എന്ന ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് തലസ്ഥാന നഗരി നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയ അധ്യക്ഷനെ സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബിജെപിയുടെ ചരിത്ര വിജയത്തെ ജെ.പി. നദ്ദ പ്രശംസിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയാണ് ബിജെപി എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും 2026 കേരളത്തിൽ താമര വിരിയിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. तेलंगाना में हम डबल हो गए, हमारी लोकसभा की सीट डबल हो गई है और जिस तरीके से हम 2026 में केरला में इंतजार कर रहे हैं वैसे ही तेलंगाना में भी हम जीत करके आएंगे. इस तरीके की परिस्थिति आएगी. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അതിനുള്ള വഴി തുറന്നിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 6-7 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി. ഇത്തവണ അതിനുള്ള ഒരു വഴി തുറന്നിട്ടിരിക്കുകയാണ്. നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് നിന്നത്. നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ 3500ഓളം പ്രവർത്തകരും കാര്യകർത്താക്കളും പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരും ബിജെപിയുടെ മുതിർന്ന നേതാക്കളും വിശാല നേതൃയോഗത്തിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.